2 മാസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ സുനിത വില്യംസ് ഇല്ലാതെ ബോയിങ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചെത്തുന്നു. സെപ്റ്റംബർ 6-ന് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് നാസ ഔദ്യോഗികമായി അറിയിച്ചു. മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള പേടകത്തിന്റെ ആദ്യത്തെ പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഭാഗമായാണ് സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലുണ്ടായ ഹീലിയം വാതകച്ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറും കാരണം മടക്കയാത്ര പലതവണ മുടങ്ങി. തകരാറുള്ള പേടകത്തിൽ തിരികെ വരുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ സുനിത വില്യംസും ബെച്ച് വിൽമോറും 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രൂ പേടകത്തിലായിരിക്കും ഭൂമിയിൽ മടങ്ങിയെത്തുക. സെപ്റ്റംബർ 6-ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുന്ന സ്റ്റാർലൈനർ പേടകം 6 മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ്സാൻഡ് സ്പേസ് ഹാർബറിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഭൂമിയിൽ ഇറങ്ങും. എലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെതിരെ മത്സരിക്കാനായി പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ബോയിങ്ങിന് നേരിടേണ്ടി വന്നതെന്ന് ആരോപണങ്ങളുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.